തണുപ്പില്ലാട്ടോ, ഭയങ്കര തണുപ്പാണ്. ആലുവേനെയാ കേട്ടോ, ഞാൻ അപ്പുറത്തോട്ട് ആര് കഴിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നേപ്പാളിലേക്ക് പോകുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഞങ്ങൾ ക്രിസ്മസ് ഹോളിഡേയ്സിന് നേപ്പാളിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നു കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വൺസ് മോർ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വഴിയുണ്ടോ? പാറക്കല്ല്, എൻ്റെ മുന്നോ പാറ, മുകളിൽ നിന്ന് ഇങ്ങനെ ചെറുക്കുത്തായ പാറകളുണ്ട്. താഴേക്ക് നോക്കിയാൽ വലിയ കൊക്ക, താഴേക്ക് നോക്കിയാൽ വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട്. ഈ വഴി അതില് റോഡുണ്ടോ? അതൊക്കെ വണ്ടികൾ വരുന്ന അങ്ങേ സൈഡിൽ കൂടെ. ടണൽ കണ്ടായിരുന്നോ? ഇല്ല, ടണൽ കണ്ടില്ല. എന്തൊക്കെയോ റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഭയങ്കര ഹൈറ്റ്. എവിടെ വെള്ളം ഒഴിക്കാന്? അവിടെ കണ്ടോ വെള്ളം വരുന്ന ഒരു ചെറിയ ചാനൽ കാണാം കേട്ടോ. ഉണ്ടോ? നൂല് പോലെ ഇങ്ങനെ വെള്ളം വരുന്നത്. ഭയങ്കര ഹൈറ്റ് കേട്ടോ. ഞങ്ങൾ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയത് അവിടെ. ഈ പോയിന്റ് ഞങ്ങൾ ഈ സീനറിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഭംഗിയാണ്. 4 ദിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. ആ വണ്ടികൾ പോകണമെങ്കിൽ ആ സൈഡിൽ കൂടെ എൻ്റെ അതിൽ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ കൊക്ക പോലെ ഇതിലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ പോകാനുള്ള വണ്ടികളാണ്. നമുക്കും അതിലേ തന്നെ പോകേണ്ടതിനി. അവിടെയൊക്കെ ഇങ്ങനെ തുരങ്കങ്ങൾ പണിതുണ്ട് കേട്ടോ. കുറേ തുരങ്കങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനെ നേരിട്ട് കാണാം, വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞൂടാ. അതാ ഇതൊരു തുരങ്കാണ് ഉണ്ടോ. അത് ലാൻഡ് സ്ലൈഡൊക്കെ വരുമ്പോൾ വണ്ടിക്ക് പോകാനും ആൾക്കാർക്കൊക്കെ പോകാനുള്ള തുരങ്കങ്ങളെന്നാ പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതല്ലേ. അപ്പോൾ ഇവിടേക്കാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഉള്ള സ്ഥലത്ത് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റൊക്കെ പോലെ തോന്നി. നമുക്ക് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇതാ വണ്ടിയിലേക്ക് കയറണം. പിന്നെ നമുക്ക് ചായ കുടിക്കാനായിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങണം. ഇവിടുത്തെ സീനിക് ബ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയും പോകണം. ഇനി നമുക്ക് യാത്രയുണ്ട്. ഇവിടെ
ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ കണ്ടോ പേടിയോ എൻ്റെ പൊന്നോ. വെള്ളത്തിൻ്റെ നമ്മൾ പറ്റിയെത്തി. ഇത് കേട്ടോ, നേരത്തെ ഞാൻ വെള്ളം കാണിച്ചില്ലേ, മുളിക്കോട് വെള്ളം ഇങ്ങനെ താഴേക്ക് വീണോക്കി നമ്മളവിടെ എത്തിയപ്പോൾ. ഉറവ വെള്ളം. ഇവിടെ നിങ്ങൾ കുറച്ച് സ്ഥലം ഇറക്കത്തൂടെ പോകണം നമ്മൾ. അതെ, ഇത് ടണലും കാണിച്ചായിരുന്നു, സൂം ചെയ്ത് കാണിച്ചായിരുന്നു ടണല്. ആൾക്കാർക്ക് വണ്ടിക്കും പോകാം. നമ്മളിപ്പോൾ ബുട്ടുവലിൽ എത്തിയിട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്കൊരു 10 കിലോമീറ്റർ കൂടെ പോകണം നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും കറങ്ങാൻ പോകാൻ പറ്റില്ല. അവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് മാത്രം ജസ്റ്റ് കാണാൻ ഇന്ന് സമയമുള്ളൂ. അയ്യോ, ഞങ്ങൾക്ക് ഓൺ ദ വേ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്വെറ്റർ ജാക്കറ്റ് എല്ലാം ഓരോന്നോരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാട്ടോ. ഇവിടെ വിചാരിച്ച പോലത്തെ തണുപ്പില്ല. ഒരു തണുപ്പ് പേടിച്ചൊക്കെയാണ് വന്നത്. മഞ്ഞായിരിക്കും, ഭയങ്കര ഓവർ തണുപ്പായിരിക്കും എന്നൊക്കെ ഓർത്ത്. പക്ഷെ ഇന്നിപ്പോൾ പകൽ ടൈം പകല് ചൂടും എനിക്ക് രാത്രി നല്ല തണുപ്പുമാണ്. നമ്മൾ കേട്ടത് ചൂട് നല്ല തണുപ്പും നല്ല മഞ്ഞും ഉണ്ടെന്നൊക്കെയാണ്. പക്ഷെ അത്രയൊന്നും ഇപ്പില്ല. ഒരു കണക്കിന് നല്ലത്. നമുക്ക് ട്രാവലിങ്ങിന് ഇതാ ഏറ്റവും ബെസ്റ്റ് കാലാവസ്ഥ. ഭയങ്കര തണുപ്പായാലും പ്രശ്നം, ഭയങ്കര ചൂടായാലും പ്രശ്നം. എന്നാലും സ്വെറ്റർ കൂരി വെച്ചു. ഇനി വീണ്ടും ഇറങ്ങാറാകുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യുമ്പോൾ എടുത്തിടണം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ പോവാം. എല്ലാവരും ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്നു. പിന്നെ എല്ലാവർക്കും ചായ വേണം. ഡബിൾ സാർ വണ്ടി കയറ്റിയിടാൻ പറയണം. നല്ല സീനറി അവിടെ. ഇവിടെ ഇപ്പോൾ ചേച്ചി ചായ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ഇവിടുന്നുള്ള സീനറി ഒക്കെ ഒന്ന് കാണാം. ഇവിടുന്ന് നല്ല രസമാട്ടോ കാണാൻ. കേട്ടോ, മലകളിങ്ങനെ മുകളിലേക്ക് ഭംഗിയായിട്ട് കാണാം. ചെങ്കുത്തായ മലകളാട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിയാൽ ചെടികളൊക്കെ തൂക്കിയിട്ടേക്കണ ശരിക്കും ഒരു ഊട്ടി ഫീല് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഊട്ടി ഫീല് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ കസേരയൊക്കെ ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ. ഇതുണ്ടോ, ഒരു ചെറിയ ടേബിളും ഒരു 6 ചെയേഴ്സും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഒരു ഷെഡും ഫാനൊക്കെ ഉണ്ട്. എന്നിട്ട് 4 വശം ഇങ്ങനെ ചെടിച്ചട്ടികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ചെടിച്ചട്ടികൾ. ഉറവ വെള്ളം വീണ ഒച്ച കേക്കൊടക്കി. അങ്ങനെ ഞങ്ങൾ നേപ്പാളിൽ ബുട്ടുവൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഒരു ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചായക്കടയാണ്, പക്ഷെ സീനറിയൊക്കെ നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ചെറിയൊരു ഷെഡായിട്ടുള്ള അങ്ങനത്തെ ഒരു ചായക്കട കേട്ടോ. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തു. ചായയൊക്കെ കുറച്ച് ടേസ്റ്റിലൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. നമ്മളുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നുമല്ല, ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ചായയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങളുടെ ചായ വന്നത്. അപ്പോൾ ഞങ്ങൾ കിട്ടിയ സമയമൊന്നും എവിടെയും പാഴാക്കുന്നില്ല. ആവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. സീനറി കണ്ടതുകൊണ്ട് തന്നെ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സീനറി കാണുമ്പോൾ നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാതിരിക്കാൻ പറ്റില്ല. അതേമാതിരി നല്ല ഭംഗിയാട്ടോ. പുറകിലിങ്ങനെ മലയും നല്ല ഗ്രീനറിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നിപ്പോവും. അപ്പോൾ അതേ നമ്മുടെ ചായ കുടിക്കാൻ കുറച്ച് ആൾക്കാരിവിടെ ബെഞ്ചുമ്പോൾ ഇങ്ങനെ ചായ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചായ കിട്ടി കുടിച്ചിട്ട് വേണം നമുക്കിനി ഇവിടുന്ന് പുറപ്പെടാൻ. ചായ കാത്തിരിക്കുന്ന രംഗം കണ്ടോ? കുറച്ചു നേരമായി ചായ കാത്തിരിക്കുന്നു. പ്രീത ടീച്ചറൊക്കെ ഉള്ള വിത്തൗട്ട് വന്നു അല്ലേ? ഒന്ന് കുടിച്ചു നോക്കി, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. നേപ്പാൾ ചായ വേറെ ടേസ്റ്റ് ഉണ്ടോ?
വേറെ വ്യത്യാസം ഉണ്ടോ? നമുക്ക് പരിചയമില്ലല്ലോ. നേപ്പാൾ ചായ എല്ലാം നമ്മൾ കുടിക്കാറ് അല്ലേ? നമ്മൾ അറിയുന്നില്ല. ഫോട്ടോ എടുക്കുന്നത് വിത്തൗട്ട് ചായ ആസ്വദിച്ചു കുടിക്കുന്ന പ്രീത ടീച്ചർ. യെസ്. രണ്ട് കുറിക്കുമ്പോ 2 പോട്ട് കളകി പൊസിഷനിൽ വന്നു. നാളെ പഴനിക്ക് പോകാന്ന് പറഞ്ഞപ്പോ എന്നാ പറഞ്ഞു, വണ്ടിയിലൊന്നും ഇരിക്കാൻ പാടില്ല, ഛർദില് വരും. മോളിലേക്ക് 5 നാടൊന്നും അപ്പൊ ഇതേ നമ്മുടെ ചായയൊക്കെ എത്തിട്ടോ. എല്ലാവർക്കും ചായ കിട്ടിയ സന്തോഷത്തില് എല്ലാവരും ചായ എടുത്ത് കുടിക്കണം. എങ്ങനെയുണ്ട് ചായ? ഇല്ലേ? ആ മസാല അവർക്ക് ആണോ? ഞാൻ നോക്കട്ടെ കേട്ടോ, കുടിച്ചിട്ട് ഞാൻ പറയാം. ചായ നല്ല ചായയാണ്, മധുരം നന്നായിട്ടുണ്ട്. പിന്നെ എന്താ പാലിന്റെ ടേസ്റ്റ് ഇത്തിരി വ്യത്യാസമുണ്ട്. ആട്ടുംപാലാണോ? എന്തോ മസാല അവർ ഇട്ടിട്ടുണ്ട്, അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നോക്കട്ടെ കാണട്ടെ. ആ ഇവരിതേ കൃഷി ചെയ്യുന്നത്, എന്താ പറയാ, കൃഷി ചെയ്യുമല്ലോ അത്. പിന്നെ കൃഷി ചെയ്തെടുക്കുന്ന ശരിക്കും അല്ലാണ്ട് പിന്നെ എങ്ങനെയാ മണ്ണിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട്. ഇവിടെ താഴെ അവിടെ കണ്ട വൈക്കോലൊക്കെ ആയിട്ടുള്ള ഒരു വീട് ആണ്. ആണോ? ഉണ്ടോ? വീഡിയോ ഉണ്ടോ? അവര് താഴെ പോയായിരുന്നു നോക്കാനായിട്ട്. അവിടെ കൂണ് കൃഷി ചെയ്യണ്ടെന്നും പറഞ്ഞവര് കാണാൻ വേണ്ടി പോയതാ. അവിടെ നിന്ന് പറിച്ചുണ്ടോ നേക്കെന്താ ടീച്ചർ. ശരിക്കും കൃഷി ചെയ്യുന്നതന്നെയല്ലേ? പക്ഷെ നമുക്ക് കിട്ടുന്ന കൂൺ ഇങ്ങനെയല്ലല്ലോ. അല്ല, നമ്മുടെ ഇങ്ങനെ കൊട പോലത്തെ തിരി അങ്ങനത്തെ അത് വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവരോട് വൈബൈയൊക്കെ പറഞ്ഞു പോവാണ്. ചെറിയ കട, പക്ഷെ കുഴപ്പമില്ല. നേപ്പാൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഇത്തിരി വഴിയും കൂടെ ഉള്ളൂ അല്ലേ പോകാനായിട്ട്? 2 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയോ? ഇതുണ്ടോ നമ്മുടെ റിസോർട്ടിന്റെ പേര്? റിവർ സൈഡ് ഗാർഡൻ റിസോർട്ട്. ഈ ചെറിയ വഴി, ചെറിയൊരു റോഡ്. നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടേക്കാണെന്ന് പറഞ്ഞ റിസോർട്ട് ഇവിടെ അടുത്തെന്ന് പറഞ്ഞ അവർ റൂം എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളൂ. ഇപ്പോൾ റൂം ഇവിടെയാണ് താമസം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എവിടെയോ ആണ്. അപ്പോൾ അവർ പോയിട്ടുണ്ട് റൂം ബുക്ക് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മുടെ കടുക് തോട്ടം ഉണ്ട് കേട്ടോ, കടുക് പാടം. കടുക് അങ്ങനെ നിറച്ച് പൂവിട്ട് നിൽക്കുന്നുണ്ട്. നല്ല സീനറി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നിങ്ങളൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിഞ്ഞേ. സ്നിഷ ആൻറ്റി ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ. വീഡിയോ ആണ്. ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം. വെയിറ്റ്. നല്ല അപ്പോൾ അതേ റൂം ബുക്കിംഗ് എല്ലാം കഴിഞ്ഞവർ വന്നു. ഇനി നമ്മുടെ ലഗേജൊക്കെ എടുത്ത്
റിസോർട്ടിലേക്ക് പോകണം. റിസോർട്ട് എന്ന് പറയാനൊന്നും പറ്റില്ലല്ലേ, ചെറിയ വീടല്ലേ? റിസോർട്ട് തന്നെയാണോ? റിസോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, റിവർ സൈഡ് ഗാർഡൻ റിസോർട്ട്. അപ്പം 3 പേര് ഇവിടെ ഇതാ കാണുന്ന ഒരു ബിൽഡിങ്ങിലും 2 ഫാമിലി വേറെ താഴെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിനകത്തൊന്നാണ് പറഞ്ഞു. പോയി നോക്കാം, എങ്ങനെയൊന്നും അറിയില്ല, ചെന്ന് നോക്കാം. 5 ബാഗൊക്കെ തൂക്കി ലഗേജ് കൊണ്ട് പോകുന്ന കാണണം. 5 കൂടെ നോക്കി, 5 ഒന്നും കൂടെ നോക്കി. ആണോ? ഈ ഒന്ന് നടന്നോ, നടന്നോ. ബാഗ് തലയിൽ കയറ്റി വെച്ച് നടക്കണ്ട്. നമ്മുടെ സൂട്ട് കേസ്, അതുപോലെ ജാക്കറ്റ് വേണ്ട അഞ്ചു? ജാക്കറ്റ് എടുക്കണല്ലേ? ജാക്കറ്റിന് ഇവിടെ ഊരിയിട്ടേക്കണ. വേറെ ആൾക്കാരൊക്കെ അതെ ബൈക്കിനൊക്കെ വന്ന് ബൈക്കൊക്കെ കൂടെ വെച്ച് ബാഗ് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. എൻ്റെ സൂട്ട് കേസ് കേട്ടപ്പോൾ ചേട്ടൻ എടുത്തേക്കണേ. ഞാൻ വീഡിയോ എടുക്കണതിനെ കൊണ്ട് സൂട്ട് കേസ് എടുത്തേക്കാം. അപ്പോൾ ഇതാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം. അപ്പോൾ അവിടെ ഒരു ഡബിൾ ബെഡ് ഉണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബെഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റൂം കിട്ടിയേക്കണേ. ഇവരിതേ തുടച്ചൊക്കെ ഇട്ടേക്കാണ്, നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫാൻ ഇട്ടേക്കാണ്. AC റൂമാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് കിടക്കാൻ പറ്റില്ല, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ഒന്നാമത് തണുപ്പ്, വിൻ്റർ സീസൺ. രണ്ടാമത് അവർ തുടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. പിന്നെ അതേ അങ്ങേ അറ്റത്ത് വാഷ്റൂം കാണാം നമുക്ക്. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു റൂമാണ്, വലിയ ആർഭാടങ്ങളൊന്നുമില്ല, ചെറിയൊരു റൂം. പിന്നെ അതേ ഇവിടെ ഒരു ടേബിളുണ്ട്, ഇവിടെ നമുക്ക് ഐറ്റംസൊക്കെ വെക്കാനുള്ളൊരു ടേബിളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ ലഗേജൊക്കെ വെച്ച് റൂമിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇവിടെയൊക്കെ നല്ല രസം കേട്ടോ. അതെ ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെൽക്കം ടു റിവർ സൈഡ് സമ്മർ വൈബ്സ്. ഇത് നമ്മൾ താഴത്തെ ബ്യൂട്ടി കാണാൻ വേണ്ടി പോവാണ്. നല്ല നേച്ചർ ബ്യൂട്ടിയൊക്കെ ഉള്ള സ്ഥലം. ഇവിടെ ഡൈനിങ് റൂമാണോ എന്താണ് ഇവിടുത്തെ സെറ്റപ്പ് എന്നറിയില്ല. ആൾക്കാർക്കൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു റൂമെന്ന് തോന്നുന്നു. ഡൈനിങ് ഹാൾ, ഇത് ഡൈനിങ് ഹാളാണ്. പിന്നെ ഇവിടെ ഹട്ട് കോട്ടേജ്. ഇവിടേക്ക് നമ്മളങ്ങനെ പോകുമ്പോൾ കുറേ റൂംസുകളുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ ബോർഡുണ്ട്. നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ, നല്ല ഭംഗിയാട്ടോ. ഞങ്ങളിങ്ങനെ സീനറിയൊക്കെ കണ്ട് ഇങ്ങനെ പോകണം. അങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങണം കേട്ടോ. നമുക്ക് കുറച്ച് വഴി ഇങ്ങനെ ഇറങ്ങണം. വെള്ളം അവിടെ വന്ന് വീണ എരപ്പ് സ്വരം നമുക്ക് കേൾക്കാം. വെള്ളം വീണ സ്വരവും വെള്ളം ഒഴുകുന്ന സ്വരമൊക്കെ കേൾക്കാം. അങ്ങ് കാണാം നമുക്ക് വെള്ളം ഉണ്ടോ? നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതിലേ ഇങ്ങനെ വെള്ളം പോകുന്നത് കാണാം. നല്ല പാറക്കല്ല് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം നമുക്ക്. ഞങ്ങൾ 3 ഫാമിലിക്ക് ഞങ്ങൾക്ക് മുകളിലത്തെ ഒരു പോർഷനിൽ 3 റൂമായിട്ട് കിട്ടി. പിന്നെ 2 ഫാമിലിക്ക് ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് അവിടെയാണ് 2 ഫാമിലിക്ക് റൂം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. താഴെ നമുക്ക് ചെന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാമെന്നും പറഞ്ഞു. റെജി സാറിനും ഷാരി സാറിനും താഴത്തെ ഈ ഒരു പോർഷനിലാട്ടോ 2 റൂമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ദിവസത്തെ റെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മണി ആണെങ്കിൽ 900 റുപ്പീസാണ്. പിന്നെ നേപ്പാൾ മണി ആണെങ്കിൽ 1500. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 1 നൈറ്റ് സ്റ്റേക്ക് അത് നല്ല ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ആയിട്ടേ അവർ 3 പേരും പോകണ്ട്. ചിപ്പി എവിടെ പോയി? ആണോ? ചിപ്പിയും പ്രീതി എത്തിയിട്ടില്ലല്ലോ, അവർ വരുന്നുള്ളൂ. ഇവരിതേ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഷൂസൊക്കെ മാറി ചെരുപ്പൊക്കെ ഇട്ട് വന്നേക്കണം. ഞങ്ങൾ ഷൂസൊന്നും മാറിയിട്ടില്ല. ശ്രീഷ മാറിയിട്ടുണ്ട്, ശ്രീഷയും പ്രീതി ടീച്ചറും മാറിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിലൊക്കെ നല്ല തണുപ്പായിരിക്കും. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. പിള്ളേർക്ക് കുഴപ്പമില്ല, അവർക്ക് കളിക്കാനും അവരുടെ അങ്ങനത്തെ ഒരു പ്രായമല്ലേ, അവർക്ക് ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിപ്പോൾ കളിച്ചാലും കുഴപ്പമില്ല. ഞാനെന്തായാലും ചെരുപ്പൊന്നും മാറിയില്ല, കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ മാറിയിട്ടില്ല. ഇവിടെയൊക്കെ ചെറിയ ഹട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനത്തെ ചെറിയ ഹട്ടുകൾ. ഇവിടെ ഇരുന്ന് നമുക്കിങ്ങനെ ബ്യൂട്ടി ആസ്വദിക്കാം. മേരി ഷൂസൊക്കെ ഊരിയോ? ഷൂസ് ഊരി ഇവിടെ വെച്ച്, എൻ്റെ ദൈവമേ, ഷൂസ് ഊരി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഷൂസ് ഊരി ഇവിടെ വെച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിയേക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? തണുപ്പാണോ? വെള്ളത്തിന്റെ ഇങ്ങനെ ഒഴുകുന്ന ഒച്ച. സുമ ടീച്ചർ എന്താ ഷൂസും സോക്സും ഒക്കെ ഊരി. പ്രലോഭനം സഹിക്കാൻ വയ്യ. അപ്പോ സുമ ടീച്ചർ ഇറങ്ങാണ്. അപ്പൊ ഞാൻ മാത്രമേ ഇറങ്ങാണ്ടുള്ളൂ കേട്ടോ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആര് വീഡിയോ എടുക്കും? അവരൊക്കെ വേറെ സൈഡില, സാറുമാരെല്ലാവരും കൂടെ അങ്ങ് വേറെ സൈഡില്. ഇന്ന് നമ്മൾ വേറെ എവിടെയും പുറത്തൊന്നും കറങ്ങാൻ പോണില്ല. നമ്മൾ ഇന്ന് ഇവിടുത്തെ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം തീർക്കാനാണ് പരിപാടി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ല ഇവിടെ കാണാൻ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനായിട്ട് വന്നു മാത്രം, അത്രേ ഉള്ളൂ. എല്ലാവരും കൈയൊക്കെ പുറത്ത് പിടിച്ചിങ്ങനെ പോണം. എല്ലാവരും പാൻറ്റൊക്കെ കയറ്റി കുത്തി വെള്ളത്തിലേക്ക് ഇറങ്ങിയേക്കാണ്. നല്ല ചെങ്കുത്തായ മലയുടെ തൊട്ട് താഴെ സൈഡിലായിട്ട് ശരിക്കും റിവർ സൈഡ് തന്നെയാണ് ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. റിവർ സൈഡ് ഗോൾഡൻ റിസോർട്ട് എന്ന പേര്. റിവർ സൈഡ് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. ഇല്ല, എന്നെ ഒരു പ്രലോഭിപ്പിക്കുകയാണ് അല്ലേ? ഷൂസ് ഊര്, സോക്സ് ഊര്, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞു. അയ്യോ, ഇപ്പൊ എനിക്കും ഇറങ്ങേണ്ടി വരുമല്ലോ. ഇന്ന് ഇറങ്ങിയേക്കാം. എന്നെ വിളിച്ചിറക്കിയതല്ലേ? എന്റെ കാല് കാണണോ? വെള്ളത്തിൽ ഇറങ്ങണതിന് മുമ്പ് തന്നെ ഇതയുടെ കാലിനെ വെട്ടിക്കുന്ന ചുമപ്പിലാണ് എന്റെ കാല്. അവരെത്തിട്ടോ, സാറുമാരൊക്കെ എത്തി. അവര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും. വാ 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 വാ. അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ JP സാറ്. ഒരാൾ വെള്ളത്തില് സെന്ററിൽ പോയി നിൽക്കണം. അവിടെ താഴ്ചയില്ലേ ഒട്ടും? മുട്ടുവരെ വെള്ളമൊന്നുമില്ല. എന്നാലും ഉണ്ട്. ദേ ശ്രീഷയുടെ മുട്ടുവരെ എത്തി വെള്ളം. ഇവിടെ ഞാൻ ഞങ്ങൾ ഡിഫറെൻറ്റ് പോസ്റ്റിലെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാം. സുമ ടീച്ചർ ഒട്ടും പ്രതീക്ഷയില്ല അത്. സുമു കൈപൊക്ക്. സുമൂനെ കൈപൊക്കാൻ പറഞ്ഞത് അത് ഭയങ്കര ഓടിട്ടോ. കൂടുതൽ മത്സരം ഞാനിവിടെ രണ്ടുപേരും സിനിമ കണ്ടത് എല്ലാവരും ഊർന്നൂർന്ന് പോയായിരുന്നു. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തുട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി പിന്നെ ഈ പാറപ്പുറത്തൊക്കെ കയറിയിരുന്ന് കളിച്ച് ഒത്തിരി നേരം എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ പാറപ്പുറത്തേക്ക് കയറലും ഇറങ്ങലും ഒക്കെ ഭയങ്കര ഒരു വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും. അപ്പം ഇപ്പം ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഊർന്നിറങ്ങണം അവിടെ നിന്ന്. അപ്പോൾ ഒരു സ്ലോ മോഷനിൽ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ സ്ലോ മോഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോ കേട്ടോ. ഓരോരുത്തർ ഇറങ്ങി വരുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ എന്തോരം എൻജോയ് ചെയ്തു
ചെയ്തതെന്ന് അന്നത്തെ ദിവസം പറയാൻ പറ്റില്ല, അത്ര എൻജോയ് ചെയ്തു. കാലുമ ചെരുപ്പൊന്നും ഇട്ടിട്ട് നമുക്കങ്ങനെ കയറാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ കയറിയിട്ട് പിന്നെ ഊർന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിടത്തൊന്നും നമ്മുടെ കാല് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് എവിടെ ചെന്ന് വീഴും, ഊർന്ന് ഇറങ്ങണ നേരത്ത് താഴേക്ക് തെറിച്ച് വീഴുമെന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ എൻജോയ് ചെയ്താണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയതും. ഞാനൊന്നും മുകളിലേക്ക് കയറിയില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു പറയാൻ ഒരു ഇത്തിരി സ്ഥലം വരെ മാത്രമേ എനിക്ക് കയറാൻ പറ്റുള്ളൂ. മുകളിലേക്കൊന്നും എനിക്ക് കയറാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കാല് താഴെ കുത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ചെരുപ്പും ഇല്ലാതെ കാലും വേദന എടുത്തിട്ട് പോയി, പിന്നെ തണുപ്പും ഒക്കെ കൂടെ ഞാൻ കയറി പോലും ഇല്ല. ഞാൻ ആ താഴെയുള്ള ഭാഗത്ത് ഒക്കെ ഇരുന്നാണ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തത്. ഇവരൊക്കെ ആയിട്ടോ മുകളിലേക്ക് കയറിയത്. അങ്ങനെ ഞങ്ങൾ ആ വലിയ പാറപ്പുറത്തു നിന്നൊക്കെ ഒന്ന് ഇറങ്ങി താഴെ വന്ന് വീണ്ടും വേറെ പാറകളുടെ മുകളിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ. നല്ല സീനറി, നല്ല ബാക്ക്ഗ്രൗണ്ട്, കാണാൻ നല്ലൊരു നേച്ചർ ബ്യൂട്ടിയുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങളിത് എൻജോയ് ചെയ്യണം ഇവിടെ ഇരുന്ന്. നല്ല അടിപൊളി പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നേപ്പാളിലേക്കൊക്കെ വന്ന് ഇങ്ങനെ വല്ല ഹോളിഡേയ്സൊക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വന്ന് തീർച്ചയായിട്ടും കണ്ടോളൂ കേട്ടോ. താമസമായാലും ഫുഡായാലും എല്ലാം നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്, കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. വെള്ളം ഇങ്ങനെ ഒന്നുകൂടെ സൂപ്പർ സീനറി, സൂപ്പർ സീനറി. കാലൊക്കെ തണുത്ത് മരവിച്ചിരിക്കും. തണുത്ത വെള്ളം, ഐസായിട്ടുള്ള വെള്ളം. ചെറിയ ഒഴുക്കലുണ്ട്, കല്ലുകളുമ്പോൾ ചവിട്ടുന്ന അല്ലേ വെള്ളത്തിലെ തണുപ്പുവാ. നല്ല തണുപ്പ്. അവരവിടെ ഇരിക്കണേ സാറൊക്കെ അങ്ങനെ അറ്റിട്ട് ഇവിടെ ഇതിന് കുറച്ച് ഫാമിലീസ് ഇവിടെ. ഞാനും ഈ പാറക്കല്ലിൻ്റെ മുകളിലൊന്ന് ഇരുന്ന് നോക്കട്ടെ. ഭയങ്കര തപ്പാ. ആരുപേരാ കേട്ടോ? ഞാൻ പോവാ. അപ്പുറത്തോട്ട് ആര് വയറ്റിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും സിംഗിളായിട്ടും പിന്നെ അങ്ങനെ കപ്പിളായിട്ടും അങ്ങനെ ഒത്തിരി ഒരുപാട് ഫോട്ടോഷൂട്ട് നടത്തി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് മുഴുവൻ ഓർത്തിരിക്കാവുന്ന രീതിയിൽ അങ്ങനത്തെ ഒത്തിരി നമ്മുടെ നല്ലൊരു ദിവസങ്ങളായിരുന്നു കേട്ടോ ഇത്. ശരിക്കും എന്തോരം എൻജോയ് ചെയ്തതൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്രയും ഞങ്ങൾ എല്ലാവരും തന്നെ നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഈ നേപ്പാൾ ട്രിപ്പ്. അവരിനി വേറെ ഇതേ അങ്ങ് ആ ഒരു പാറയുടെ മുകളിലേക്ക് പോണ് അവർ. ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ലേ, കാലൊക്കെ വേദന എടുത്ത് തുടങ്ങി, കല്ലുമ്പോൾ ചവിട്ടി ചവിട്ടി വേദന എടുക്കാം. അപ്പം അത് കാരണം കൊണ്ട് ഞാനിവിടെ ഇരിക്കുക. അവരിതേ അങ്ങോട്ട് പോകണം. ഏത് മൂട്
ഓണ മൂട് ഏത് മൂട് പൊടി മൂട്. ഇനി കയറണോ? ഈ ചേട്ടൻ ഏതാ? കൊലത്തെ തമ്പ്രാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ ദേ വെള്ളത്തിൻ്റെ അടുത്തു നിന്നൊക്കെ കയറി വന്നു. അപ്പോൾ ദേ ഇവിടെ എല്ലാവരും അച്ചപ്പം തീറ്റയാണ്. അച്ചപ്പം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ചപ്പം ആര് കൊണ്ടുവന്ന? ആ ശ്രീഷ ടീച്ചർ. അപ്പോൾ ശ്രീഷ ടീച്ചറുടെ അച്ചപ്പം എല്ലാവരും കുറച്ചും കൊണ്ടിരിക്കുക. ഇതാ അടിപൊളി, സൂപ്പർ. ഇവിടെ മുട്ട ബോയിൽ ചെയ്ത് കൊണ്ടുവന്നുണ്ട് ശ്രീഷ ടീച്ചർ. അപ്പൊ മുട്ട കഴിക്കുന്നു, മുട്ട തൊണ്ട് വിളിച്ച് കഴിക്കുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ട്, അപ്പുണ്ട്, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പൂരി ഉണ്ട്. അപ്പൊ എല്ലാം എന്തേ കഴിക്കാൻ പോയി. എല്ലാവരും വിശപ്പ് ഭ്രാന്തിൽ നിൽക്കാണ്. അപ്പൊ എല്ലാവരും കഴിക്കുക. അതെ, എല്ലാം ഭ്രാന്ത് കയറി കഴിക്കുക. അപ്പോഴേക്കും സമയം പോയതൊന്നും അറിഞ്ഞില്ല. അതേ പെട്ടെന്ന് തന്നെ ഇരുട്ടായി. എല്ലാവരുടെയും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓണാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ നല്ല ഉറക്ക മ്യൂസിക്കും വെക്കുന്നുണ്ട്. ഹിന്ദി പാട്ടും ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ആയിട്ട് ഉറക്ക മ്യൂസിക് വെച്ചിട്ടുണ്ട്. പിന്നെ മരത്തുമൊക്കെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മാല ബൾബൊക്കെ ഇങ്ങനെ ചുറ്റി ചുറ്റി കാണാൻ നല്ല ഭംഗിയിൽ നല്ല രസമായിരുന്നു കേട്ടോ വൈകുന്നേരം. ഇവിടെയൊക്കെ നല്ല രസമായിട്ടോ. ഞങ്ങളപ്പോൾ അങ്ങനെ താഴേന്ന് ഫുഡൊക്കെ കഴിച്ച്, ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് ഇനി റൂമിലേക്ക് ഞാനും അഞ്ചും കൂടെ പോകണം. ഞാൻ ഡ്രസ്സൊക്കെ നനഞ്ഞു, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ചെരുപ്പൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് റൂമിലേക്ക് പോകണം. സുമ ടീച്ചറും ഉണ്ട്. സുമ ടീച്ചർ അവരൊക്കെ താഴെ തന്നെ ഉണ്ട്. നമ്മുടെ റൂം ഇതാ അങ്ങേ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ റൂം, ഏറ്റവും ലാസ്റ്റത്തെ. സുമ ടീച്ചറുടെ ഏതാ റൂം? സുമ ടീച്ചറുടെ ഈ റൂമാണ്. അത് ഡൽബൻ സാറിൻ്റെ റൂം. അത് അവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും അറ്റത്ത് ഇതാ 5 പോണു. പിന്നെ റെജി സാറിൻ്റെയും ഷാരി സാറിൻ്റെയൊക്കെ താഴെയാണ്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴേക്ക് പോകണം. അപ്പോൾ താഴെ കാണുന്നത്. വൈകുന്നേരമായപ്പോഴേക്കും വീണ്ടും തണുപ്പൊക്കെ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഒരുവിധം തണുപ്പായി. അപ്പോൾ ഞങ്ങൾ നനഞ്ഞ ഡ്രസ്സ് മെത്തുണ്ടായിരുന്നതൊക്കെ ഒന്ന് മാറ്റി. അതിനുശേഷം അവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. നമ്മൾ ഈ റിസോർട്ടിൽ താമസിക്കാൻ വന്നിടത്ത് അവരിങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് തീ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിറകിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് കസേരയൊക്കെ ഇട്ട് ചുറ്റിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇവർ തീയിട്ടതിൻ്റെ അടുത്തൊക്കെ വന്നിരുന്നേക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാട്ടോ. വൈകുന്നേരമായ സമയത്ത് എല്ലാവിടെയും നല്ല രസമുണ്ട് കാണാനായിട്ട്. മരത്തുമേക്കൂടെയൊക്കെ ഇങ്ങനെ ഒരു നന്നായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിറകൊക്കെ കത്തുന്നതിൻ്റെ അടുത്തൊക്കെ കസേരയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടുത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഓരോരോ ഐറ്റം രാത്രിയിലേക്ക് നമുക്ക് ഫുഡിന് വേണ്ട ഓരോ ഐറ്റംസ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് നോക്കി ഓരോരുത്തർ പറഞ്ഞ് അങ്ങനെ ഓരോരോ ഐറ്റം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കവിടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഉണ്ടാക്കി ചൂടേപ്പാട് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുകയും ചെയ്യും. ഇത് ഞങ്ങൾ ചിക്കൻ മോമോസും വെജ് മോമോസും വാങ്ങിയായിരുന്നു. നേപ്പാളിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കൻ മോമോസും അതുപോലെ തന്നെ വെജ് മോമോസും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ കുറച്ച് പേര് ചിക്കൻ മോമോസും കുറച്ച് പേര് വെജ് മോമോസും വാങ്ങി ടേസ്റ്റ് ചെയ്യട്ടോ. തുപ്പ ഇത് വേറൊരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് പറയുന്നത് ചിക്കൻ തുപ്പ എന്നാണ്. തുപ്ക എന്നാണ് ശരിക്കും, പക്ഷെ നമ്മൾ പറയുമ്പോൾ ചിക്കൻ തുപ്പ എന്നാണ് അവരവിടെ നേപ്പാളിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ഐറ്റം എന്ന് വാങ്ങിച്ച് അതും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കുറച്ച് ഗ്രേവി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് കുറച്ച് പേര് സൂപ്പ് പറഞ്ഞിട്ടുണ്ട്, മഷ്റൂം സൂപ്പ്, പിന്നെ നമ്മൾ എഗ് ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ ഐറ്റം പറയും. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ അത് എല്ലാവരും കൂടി ഇരുന്ന് ഷെയർ ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിച്ച് അതായിരുന്നു ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ് കേട്ടോ.
കേട്ടോ. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ഇരുട്ടായപ്പോൾ തൊട്ട് അവർ പിന്നെ ഇവിടെ ലൈറ്റ് ഒക്കെ ഓണാക്കിയ സമയം തൊട്ട് നല്ല ഉറക്ക മ്യൂസിക് വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഒറിജിനൽ വോയിസ് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി റൂമിലൊക്കെ പോയി കുളിക്കാനും പോകാം എന്നും പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ ചെന്നിട്ടാണ് പിന്നെ ഫ്രഷ് ആയതൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിക്കണം. ഇന്ന് നമുക്ക് അധികം സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. നമുക്ക് അധികം കാര്യങ്ങളൊക്കെ പുറത്ത് പോയി കാണാനും പിന്നെ ഇവിടുന്ന് ട്രാവൽ ചെയ്യാനൊന്നും നമുക്ക് അധികം ടൈം കിട്ടിയില്ല. അപ്പോൾ ഇനി നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എന്തായാലും ക്ഷീണവും കാര്യമൊക്കെ അതിനെ മാറ്റി ഇനി നാളെ രാവിലെ നമുക്ക് ട്രാവൽ ചെയ്യാം എന്നും പറഞ്ഞ് എന്തായാലും നമ്മൾ അവിടുന്ന് വാങ്ങിയ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതും നല്ല ചൂടേപ്പാട് തന്നെ, ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഒരു നല്ല ചൂടേപ്പാട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടു തന്നു. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ ഫസ്റ്റ് ഡേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ നേപ്പാൾ വിശേഷങ്ങൾ. അപ്പോൾ രണ്ടാം ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു എഴുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വേണ്ടി നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.